ഹലോ, നമസ്കാരം. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗല്ല. ഒരുപാട് തവണയായിട്ട് ഞാൻ റിപ്പീറ്റേഷൻ ഉണ്ടാവും. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാവരും ഇത് കാണണം. എല്ലാവരും ഇത് കാണണം. ഈ ഒരു ചാനൽ ഞാനൊരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എൻ്റെ സുഹൃത്തുക്കളായ, എന്നെ പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നവർ മാത്രമാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കൂട്ടത്തിലുള്ളത്. കുറച്ച് നല്ല നല്ല കുറച്ച് മെസ്സേജുകൾ മാത്രം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കോ കിട്ടിയില്ല, ഇനി ഞാൻ എങ്കിലും അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. പ്രത്യേകിച്ച് വലിച്ചു നീട്ടുന്നില്ല. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ പോലും, ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും മിക്കവാറും ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. മിക്കവാറും ആൾക്കാർക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. വളരെയധികം മെഡിസിൻ എടുത്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. മെഡിസിൻ എടുത്ത് മാത്രം ജീവിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുമുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അധികം പ്രായം പോലും ഇല്ലാത്ത എനിക്ക് 40 വയസ്സാണ്. എൻ്റെ ഏജിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, എന്നിലും താഴെ ഏജിലുള്ള എൻ്റെ ഫ്രണ്ട്സ് പോലും പലർക്കും ഉള്ള അസുഖങ്ങളുടെ പേരുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ സഹിക്കാൻ പറ്റില്ല. അതിന് മാത്രം പൈസയാണ് അവർ മുടക്കുന്നത്, മെഡിസിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആവാനും, നമുക്ക് ഈ മരുന്ന് മേടിച്ച് കഴിക്കാനും, ഗുളികയും മരുന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് നിന്നൊക്കെ ഒരു മോചനം നമ്മൾ ആരും ആഗ്രഹിക്കാതെ പോകുന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ മരുന്നിൽ നിന്ന് എന്ന് മോചനം കിട്ടുമെന്ന്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആരും ട്രൈ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. പല ഫ്രണ്ട്സിനും അലർജി ഉണ്ട്. അലർജറ്റിക്കാണ് പല എൻ്റെ ഫ്രണ്ട്സും. എന്തായാലും കുറച്ച് ലോങ്ങസ്റ്റ് ആവും ഈ വീഡിയോ എന്നെനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ, എൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നീട്ടിയാണെങ്കിലും ഞാൻ പറയാനുള്ളത് മുഴുവൻ ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. അതായത്, അലർജറ്റിക്കായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. കൂടാതെ ഉറക്കം ലഭിക്കാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എത്ര കിടന്നാലും അവർക്ക് ഉറക്കം വരില്ല എന്ന് പറയുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. പിസ്റ്റുല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെ തരത്തിലാണെന്നറിയാമോ? ഷുഗർ പേഷ്യൻസ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എല്ലാത്തിനും മെഡിസിൻ എടുക്കുകയാണ്. എല്ലാവരും മെഡിസിൻ എടുത്ത് മാത്രം ജീവിക്കുന്നവരാണ്. പൊതുവേ നമ്മളൊരു തലവേദനയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടാബ്ലറ്റ് തരും ഡോക്ടർ ടാബ്ലറ്റ് തന്നിട്ട് നമ്മളോട് പറയും കുറച്ച് വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നോക്കിയാൽ, നമ്മുടെ നാക്കൊക്കെ, നമ്മൾ ചുണ്ടൊക്കെ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് വെള്ളം കുടിക്കണം, കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയും. സത്യത്തിൽ നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിന് ഏകദേശം ഒരു മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും തലവേദനയ്ക്ക്, മിക്ക തലവേദനയും ഏകദേശം ഒരു 60% തലവേദനയും നമുക്ക് വെള്ളം കുടി കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. വേറെ ഒന്നും ആവാൻ ചാൻസ് ഇല്ല. പിന്നെ മൈഗ്രെയിൻ പോലുള്ള മറ്റുള്ള അസുഖങ്ങളുണ്ട്. അതിന് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം വരുന്നത് ഇപ്പോൾ കുടൽ സംബന്ധമായിട്ട്. എൻ്റെ പെരുമ്പളത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആളൊരു ഓട്ടോ ഡ്രൈവറാണ്. പേര് ഞാൻ പറയുന്നില്ല. അവന് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു അസുഖം എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അവൻ്റെ പാരമ്പര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും അവൻ്റെ ഈ പറയുന്ന പോലെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതൽ വരുന്നത്. രാത്രിയിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ വളരെ മോശമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം നമ്മുടെ ശരീരത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ അസുഖങ്ങൾ. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ, അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളെല്ലാം വരും. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം, നമ്മുടെ ശരീരത്തിന് നല്ല ഭക്ഷണം വേണം, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് യൂസർ മാനുവൽ ഉണ്ട് നമ്മുടെ ശരീരത്തിന്. അത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചില്ലെങ്കിൽ തിരിച്ച് നമ്മളെ അടിക്കും, ഷുവറായിട്ടും.
അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു അറിവ്, എനിക്കൊരു 3.5 വർഷം മുമ്പ് എനിക്കൊരു യൂറിക് ആസിഡ് കൂടിയിട്ട് എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഞാനും തോന്നിയ പോലെയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വളരെ മോശമായിരുന്നു. ഞാൻ ശരീരത്തെ വലിയ കാര്യമായിട്ട് നോക്കില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ചെറിയൊരു വയറ്, ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കളിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കളിയാക്കിയതായിരുന്നു. കുഞ്ഞുകാച്ചൊരു വയറുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞ് കളിയാക്കിയവൻ, എടാ എന്താ വയറ്, എന്തൊരു വയറാണ് നിനക്ക്, കുളവയറാണല്ലോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഒന്നാമത് തിൻ ബോഡിയാണ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ആണ്. എനിക്കൊരു 64 കിലോഗ്രാം ഉള്ളൂ എൻ്റെ വെയിറ്റ് ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ തലയിൽ കയറ്റി ഞാൻ ഡയറ്റ് ചെയ്തു. വിവരമില്ലാത്തൊരു കാര്യം, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ആൾക്കാരായിട്ട് കണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ശരീരമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ അതിനെപ്പറ്റി നിരീക്ഷിച്ചിട്ടുണ്ടാവണമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. ഒരു 8 മാസത്തിന് ശേഷം ഞാനൊരു 6-7 കിലോളം ഞാൻ കുറഞ്ഞു. പക്ഷേ എൻ്റെ റെസിസ്റ്റൻറ്റ് പവർ കുറഞ്ഞു. എൻ്റെ ബോഡി ആകെ പോയി. അങ്ങനെ പിന്നെ വെയിറ്റ് കൂട്ടാനായിട്ട് ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചതും ആവശ്യമില്ലാത്ത രീതിയിൽ ഞണ്ട്, കക്കിറച്ചി തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കാൽഷ്യം കൂടി കല്ല് വരും. അങ്ങനെ എനിക്ക് സ്റ്റോൺ വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വൈറ്റ്ലയിൽ എൻ്റെ ടെക്നീഷ്യൻ ഗ്രൂപ്പിൽ ഞാൻ ഇലക്ട്രോണിക് സർവീസ് സെൻ്റർ ആണല്ലോ ഞാൻ നടത്തുന്നത്. എൻ്റെ ഫ്രണ്ട് വടക്കേക്കോട്ട ജംഗ്ഷനിൽ എസ് എൻ ജംഗ്ഷനിലുള്ള സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കൊരു പുതിയൊരു ഫ്രണ്ടിന് എനിക്ക് തന്നതാണ്. ഒരു നല്ല ഹി വാസ് എ ഗുഡ് ഫ്രണ്ട്. പുള്ളി ഒരു ഡോക്ടറെ പോലെയാണ് എനിക്ക്. ദിലീപ് ചേട്ടൻ വൈറ്റ്ലയിൽ ടെക്നീഷ്യനാണ് ആൾ. ഒരു ടി വി അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പാർട്സ് നന്നാക്കുന്നത് ഞാനൊക്കെ വളരെ കൗതുകത്തോടു കൂടി കണ്ടു നിന്നിട്ടുണ്ട്. കാര്യം ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതുപോലൊക്കെ തന്നെ നമ്മളൊരു ടി വിയുടെ ബോർഡിലും അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബോർഡിലും നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നത് ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ ശരിക്കും പറഞ്ഞാൽ എരൂരാണ് സ്വദേശം, വൈറ്റ്ലയിലാണ് ശരിക്കും വീട്. ദിലീപേട്ടൻ താമസിക്കുന്നത് എരൂരാണ്. ബാലഭദ്ര ക്ഷേത്രത്തിനടുത്താണ് ദിലീപേട്ടൻ താമസിക്കുന്നത്, ഫാമിലിയായിട്ട് താമസിക്കുന്നത്. 2 കുട്ടികൾ, വൈഫ്. ഇതാണ് അവരുടെ ദിലീപേട്ടൻ്റെ ഫാമിലി. ദിലീപേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്, ഫുഡ് എന്താണ് ആ പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത്, ബ്ലഡിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ട് എല്ലാം ഞാൻ ഡോക്ടർ എന്നാണ് എൻ്റെ ഫോണിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ ദിലീപ് ബോസ് എന്നായിരുന്നു നേരത്തെ ഇട്ടിരുന്നത്. പിന്നീട് ഞാനത് മാറ്റി ഞാനത് പറയുന്നില്ല, ഡോക്ടർ എന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ദിലീപേട്ടൻ്റെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിതാണ്, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇതുപോലെ കുറച്ച് പേരുണ്ട്. സുരേഷ് ചേട്ടനൊക്കെ പ്ലാൻ ചെയ്ത്, ക്ലാസിക് എന്നാണ് സുരേഷ് ചേട്ടൻ്റെ ഇലക്ട്രോണിക് സർവീസ് സെൻ്ററിൻ്റെ പേര്, എസ് എൻ ജംഗ്ഷനിലുള്ളത്. സുരേഷ് ചേട്ടനൊക്കെ പ്ലാൻ ചെയ്ത് ബോഡിയെ പറ്റിയിട്ട്, ശരീരത്തെ പറ്റിയിട്ടുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരാളാണ് കൃത്യമായിട്ട്. അതുപോലെ തന്നെ ദിലീപേട്ടൻ അതിലേറെ എന്നെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ദിലീപേട്ടൻ്റെ കൂടുതലാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ദിലീപേട്ടനൊക്കെ ഒരുപാട് പറഞ്ഞ് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞാണ് ഞാൻ ഈ ഒരു ബയോളജിക്കലി ഞാൻ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ച് തന്നെയാണെന്ന് വേണം സത്യത്തിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ദിലീപേട്ടൻ വഴിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരഘടനയുടെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് കേട്ടിട്ടുള്ളതും. ഞാൻ അവിടെയൊന്നും കുറേ സ്റ്റഡി ഞാൻ നടത്തിയിട്ടുമുണ്ട്. ഞാൻ എന്ത് സംശയം ചോദിച്ചാലും ആൾ പറഞ്ഞു തരും. അതെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നിതാണ്, എനിക്കും ഇതുപോലെ തന്നെ ഒരു സ്റ്റോൺ വന്നു. ആവശ്യമില്ലാത്ത ഡയറ്റിലൂടെ ഒക്കെ ഞാൻ ശരീരത്തിൻ്റെ പ്രക്രിയകളും മനസ്സിലാക്കാതെ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ വന്നത്. പക്ഷേ ഞാൻ ഏകദേശമൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഒരു അസുഖങ്ങളും വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഏകദേശം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ആസിഡിൻ്റെ പ്രവർത്തനം വെച്ചിട്ടാണ് അത് ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാനും അത് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഏകദേശം നമ്മുടെ ശരീരത്തിൽ ഒരു 3 ടൈംസാണ് ഈ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയം. അപ്പോൾ ഏകദേശം ഒരു 7 to 9 രാവിലെ നമുക്ക് ആ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ 11 മണിക്കല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. പലരും 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട്. ഏകദേശം ഒരു 7 to 9 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാര്യം ഇതാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നീടുള്ളത് എന്താണ്, 12 to 2 o'clock ഒക്കെയാണ് ഉച്ച സമയത്തുള്ള നമ്മുടെ ഈ ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. ഒരു 2 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. വൈകിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു 5 തൊട്ട് ഒരു 7 മണിക്കുള്ളിൽ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേ വൈകിട്ടത്തെ ഭക്ഷണം ഒരിക്കലും നേരത്തെ കഴിക്കാനായിട്ട് സാധിക്കാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കാം. എങ്കിലും
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കെല്ലാവർക്കും ഉചിതമായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 6 മണി ഒക്കെ ആവുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഫുഡ് കഴിച്ചാൽ മാത്രം മതിയാവും എന്നുള്ളൊരു കൺസെപ്റ്റ് എന്നുള്ളൊരു കാര്യം ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോരുന്നതാണ്. ഏകദേശം ഒരു 8 മണിക്ക് ശേഷം ഞാൻ ഫുഡ് കഴിക്കാറില്ല. 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാതെ വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഗെയിം കളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നല്ല ഫോക്കസ് ആയിരിക്കും, നല്ല ഭംഗിയായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പറ്റും. പക്ഷേ 9:30-ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മന്ദത മാറില്ല. രാവിലെ കളിക്കുമ്പോൾ മന്ദത മാറില്ല, ഭയങ്കര മന്ദിപ്പായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യില്ല. കാര്യം നമ്മുടെ സ്റ്റൊമക്കിൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ളൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാഡ്മിൻ്റണിലുള്ള ഒരു ഗെയിമിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ, നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് നമ്മളിത് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, എടാ നിങ്ങൾ രാവിലെ ഒരു 9 o'clockനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, കഴിക്കാം, നോക്കാം എന്ന് പറയും. ഉച്ചയ്ക്ക് കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കൂ. പിന്നെ വൈകിട്ട് ഏകദേശം നേരത്തെ തന്നെ കഴിക്കാൻ നോക്കുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കാണ്. നമ്മുടെ വീട്ടിൽ നമ്മളോ കഴിക്കാതെ നമ്മൾ അറിയാതെ ഇത്രയും കാലം കഴിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവരെന്ത് പിഴച്ചു? അവർക്കൊരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കുട്ടിയാണെങ്കിൽ പോലും വൈകിട്ട് 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. മിക്കവാറും അവരത് കീപ്പ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ ലേറ്റായി പോകാറുണ്ട്. അത് എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റായി പോകാറുണ്ട്, ചില ദിവസങ്ങളിൽ മാത്രം. അല്ലാതെ എല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് എനിക്ക് ഒരുക്കി വെക്കുന്നത് എൻ്റെ പാർട്ട്ണറാണെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്കത് നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് ശേഷം 7:30-ക്കുള്ളിൽ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ മാക്സിമം നോക്കും. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഭയങ്കര തുമ്മലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ രാത്രിയിൽ വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം എല്ലാവരും പറ്റുവാണെങ്കിൽ വൈകിട്ടത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും. വൈകിട്ട് എന്തെങ്കിലും ഒരു 6 മണിക്കൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നും നമ്മുടെ ഈ ശരീരത്തിലേക്കൊന്നും നമുക്ക് ഒരുപാടൊന്നും കൊടുക്കേണ്ടതായിട്ടുള്ളതില്ല. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കഴിക്കുന്നതിന് ഇടയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടാവും. ആരൊന്നും കഴിക്കാതിരിക്കില്ല, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് രാത്രിയിലെ ആ ഒരു ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഒരു 6-7 മാസത്തിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ മക്കളെങ്കിലും അത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു മെസ്സേജ് ആ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മരുന്ന് മേടിച്ച് കഴിയുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ 3 നേരം കൃത്യമായ ഭക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിലൂടെ, ഈ പറയുന്ന പോലെ ബേക്കറി ഐറ്റംസൊക്കെ ഒരുപാടൊക്കെ കഴിക്കുമ്പോൾ മൈദ തുടങ്ങിയിട്ടുള്ള സാധനം വെച്ചിട്ടൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഞാനും കഴിക്കാറുണ്ട് ബേക്കറി ഐറ്റംസൊക്കെ, പപ്സൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ ഒരുപാട് ഒഴിവാക്കുകയാണ് ഇപ്പോൾ. കാര്യം ബേക്കറിയിലൊക്കെ പോയാൽ തന്നെ ആവിയിൽ വേവിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ അങ്ങനെ ആവും, ഗ്രാജുവലി ആവും. ആദ്യം പറ്റില്ലായിരിക്കും, പിന്നെ ഗ്രാജുവലി നമുക്ക് കയറി വരും. നമ്മൾ ശരിക്കും നമ്മുടെ ഫുഡ്, നമ്മുടെ ഇൻപുട്ട് എന്താണോ, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക. നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ട് നടക്കണമെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ കഴിച്ചേ തീരൂ. ഒരുപാട് സാലഡ്സ് കഴിക്കണം. പച്ചക്കറികൾ തന്നെ ഒരുപാട് ഹാഫ് ബോയിൽഡ് ആയിട്ടും പച്ചയ്ക്കും കഴിക്കാവുന്ന ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ഞാൻ രാത്രിയിലൊക്കെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ വരുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ രാവിലെ പോയി കളിക്കാനുള്ളതല്ലേ, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഞാനൊരു ക്യാരറ്റൊക്കെ അങ്ങനെ എടുത്തിട്ട് അത് സ്ലീവ് ചെയ്ത് പതുക്കെ അത് ക്ലീൻ ചെയ്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കൊക്കെ ഞാനങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് പറയും, നിങ്ങൾ എന്താണ് ഈ കാണിക്കുക, ഒന്നാമത് നിങ്ങൾക്ക് ഒരുപാട് വണ്ണമില്ല, അപ്പോൾ ഇതൊക്കെ മതിയോ ശരീരത്തിനെന്ന് ചോദിക്കും. പക്ഷേ ഞാനത് പരീക്ഷിച്ച് നോക്കി, ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുകയല്ല, ഞാനത് പരീക്ഷിച്ച് നോക്കി. ഞാൻ പരീക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും, ഞാൻ പല തവണകളിൽ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ബോഡിക്ക് ഒരുപാടൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ തോട്ട്സാണ്. ആ തോട്ട്സാണ് നമ്മൾ മാറ്റി പിടിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, എന്ത് വന്നാലും നമ്മൾ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ സമയത്ത് നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഇത് കൃത്യമായിട്ട് പാലിക്കാനുള്ള ഒരു വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.